സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മളിവിടെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണെന്നൊക്കെ അറിയണം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്ക് വളരെ പിന്നെ മുമ്പ് തന്നെ തുടങ്ങിയ, വളരെ പണ്ട് പഴക്കം ചെന്നിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്ക എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്ന് തുടങ്ങിയിരിക്കുന്ന, സ്റ്റേറ്റ് എന്നും മീനിങ് വരുന്ന വാക്കിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു വാക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സ്ഥിതി വിവരക്കണക്കുകളെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഈ സ്ഥിതി വിവരക്കണക്കുകൾ, വിവരശേഖരണങ്ങൾ, വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്, ഡാറ്റകൾ കളക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇത് വളരെ മുമ്പ് തന്നെ പണ്ട് കാലത്തുള്ള പിന്നെ രാജ്യങ്ങളിലൊക്കെ വളരെ വളരെ മുമ്പ്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയുടെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാര്യത്ത് ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ പോലും ഏതിനെപ്പറ്റി പറയുന്നുണ്ട്? വിവരശേഖരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ജനന നിരക്കുകളെയും മരണനിരക്കുകളുടെയും വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ പിന്നെ എന്താ പറയുക, പുരാതനമായിട്ട് വരുന്ന ഒരു മെത്തേഡുകളാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ അതിന് മോഡേൺ ആയിട്ട് അതിന് കുറേ ഡെവലപ്പ് ചെയ്ത് വന്ന് വെറും ഒരു ഡാറ്റ കളക്ഷൻ എന്നുള്ളതിന് അത് വലിയൊരു സയൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറിയിരിക്കുകയാണ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ പിന്നെ ആരാണ്, പല മോഡേൺ ആയിട്ടുള്ള പല മാറ്റങ്ങളും വന്നു എന്ന് പറഞ്ഞു. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഹു ഇസ് ദ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്, ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക് ഇസ് R.A. ഫിഷർ, റൊണാൾഡ് എ ഫിഷർ എന്ന് പറയുന്ന ആൾ. റൊണാൾഡ് എ ഫിഷർ, ഇയാളാണ് നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്. R.A. ഫിഷറാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതേമാതിരി ഇന്ത്യയിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പിതാവ് എന്ന് പറയുന്നത്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക് ഈസ് മെഹലനോബിസ് എന്ന് പറയുന്ന പ്രൊഫസറാണ്. പ്രൊഫസർ മെഹലനോബിസ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെഹലനോബിയസ്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയണം. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ആരാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ്, മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ മുമ്പേ ഉള്ളൊരു സയൻസാണ്. പക്ഷേ അതിൻ്റെ പിന്നെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡെവലപ്മെൻ്റൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന മെയിനായിട്ടുള്ള ഒരാളായിട്ട് പറയുന്നത് R.A. ഫിഷറിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്കുകൾ നിങ്ങൾക്ക് പരിചിതമാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് വിവരങ്ങളാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ള രീതിയിൽ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാം. അതേമാതിരി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ മറ്റൊരു ഡെഫിനേഷനും പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ട് ഡെഫിനേഷൻ. പല ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ആ പല ഡെഫിനേഷനുകളിൽ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നുള്ള രീതിയിലുള്ള ഡെഫിനേഷനും മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന രീതിയിലുള്ള ഡെഫിനേഷനുമാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ആ പല ഡെഫിനേഷനുകളിൽ നമ്മൾ ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക് പഠിക്കുന്നവർ പറയുന്ന ഒരു ഡെഫിനേഷൻ പ്രൊഫസർ ഹൊറാസ് സാക്രിസ്റ്റിൻ്റെ ഡെഫിനേഷനാണ്. അദ്ദേഹം പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദ എഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് എഫക്റ്റഡ് ടു എ മാർക്ഡ് എക്സ്റ്റെൻറ്റ് ബൈ ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്, enumerated or estimated according to a reasonable standard of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്, അതായത് കുറേ കാര്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ്, കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ, ആ വിവരങ്ങൾ, ആ ഫാക്ട്സുകൾ എന്തിനാ, ദേ ആർ എഫക്റ്റഡ് ടു എ
മാർക്ഡ് എക്സ്റ്റെൻഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. അതായത് നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് വിവരങ്ങൾ അതിനെ പല കാര്യങ്ങളും സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ആൻഡ് ദേ ആർ ന്യൂമറിക്കലി എക്സ്പ്രസ്. മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തതായിരിക്കണം, നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്ത വിവരങ്ങളായിരിക്കണം. enumerated or estimated according to reasonable standards of accuracy. enumerated ചെയ്യുക എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ നമ്മൾ എല്ലാ ആളുകളുടെ അടുത്തു നിന്നും നേരിട്ട് ശേഖരിക്കുക. എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ അടുത്തുനിന്ന് ശേഖരിച്ച് അതിൽ നിന്നൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുക. അതിന് എസ്റ്റിമേഷൻ പറയും. അക്കോർഡിംഗ് ടു റീസണബിൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ആക്യുറസി ആൻഡ് ദേ ആർ കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ആ വിവരങ്ങളെല്ലാം നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കളക്ട് ചെയ്ത വിവരങ്ങളായിരിക്കണം. എന്തിനു വേണ്ടി കളക്ട് ചെയ്തിരിക്കണം? നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യത്തിന് വേണ്ടി, പ്രീ ഡിറ്റർമിൻ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. ആൻഡ് ദേ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഇപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ എന്താണ്? ഓരോ വിവരങ്ങളും അതിനെ ഓരോ ബന്ധപ്പെടുത്തിയിട്ട് വിവരങ്ങൾ നമ്മൾ പ്രസൻറ്റും ചെയ്യണം. അതായത് ഇത് ഇത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിലുള്ള വിവരങ്ങളാണ്. എന്താണ്? ഡാറ്റ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. ഇത് അങ്ങനത്തെ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡാറ്റയെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് കൂടി പറയും. എന്താ പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. അല്ലാത്ത കാര്യങ്ങളുണ്ടാവും. ചിലത് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ മാർക്കുകളാണെങ്കിൽ നമുക്ക് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാം. ഹൈറ്റ് ആണെച്ചാൽ നമ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യാം. ബ്യൂട്ടി ഡയറക്റ്റായിട്ട് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അത് ഡയറക്റ്റായിട്ട് നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ക്വാളിറ്റീസാണ്. അതിനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഡാറ്റ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ നമ്പേഴ്സ് ആൻഡ് ദേ ആർ കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമിൻ പർപ്പസ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് നമുക്ക് അങ്ങനെ പറയും. അതായത് നമ്പേഴ്സിലുള്ള വിവരങ്ങൾ ഒരു മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കുറേ വിവരങ്ങൾ, വെറും വിവരങ്ങളുള്ള നമ്പേഴ്സിലുള്ള വിവരങ്ങളെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ വെറുതെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞുള്ള ഡാറ്റ മാത്രമായിട്ടല്ല പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആയിട്ട് സയൻസ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നിട്ടുണ്ട്. ആ ഡെഫിനേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് പല പല ഡെഫിനേഷനിൽ നമ്മൾ കുറേ ഡെഫിനേഷനുണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു ഡെഫിനേഷൻ ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ എന്ന് പറയുന്ന അവർ പറഞ്ഞു തന്നിരിക്കുന്ന ഡെഫിനേഷനാണ്. അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് എ സയൻസ്. ഒരു സയൻസ് ആയിട്ടാണ് അവർ സ്റ്റാറ്റിസ്റ്റിക്കിനെ ഡിഫൈൻ ചെയ്തത്. ആ സയൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡീൽസ് വിത്ത് കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നു, ശേഖരിച്ച വിവരങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നു, അവരെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നു, ആൻഡ് അതിനെക്കുറിച്ചിട്ട് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നു, എന്നിട്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നു. ആ ചെയ്യുന്ന ആ സയൻസിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ആസ് എ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നൊരു കാര്യം, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് നമ്മളെ കോളേജിൽ ചേർന്ന കുട്ടികളാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വിവരങ്ങൾ എനിക്ക് ശേഖരിക്കണം, നിങ്ങൾ +2ൻ്റെ മാർക്ക് എത്രയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കണം എന്നും മുൻകൂട്ടി ഒരു പ്രീ ഡിറ്റർമിൻ പർപ്പസ്, മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ ഞാൻ നടത്താൻ പോകുന്നത് ആ വിവരങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മാർക്സ് എന്ന് പറയുന്ന വിവരങ്ങൾ, അതാണ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്. ആ വിവരങ്ങൾ ഞാൻ ശേഖരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത്, ഞാൻ കളക്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. നിങ്ങളുടെ നമ്പേഴ്സിലുള്ള നിങ്ങളുടെ മാർക്കുകൾ ഞാൻ ശേഖരിക്കുകയാണെങ്കിൽ ഞാൻ നടത്തുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു. വെറുതെ കുറേ നമ്പേഴ്സ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കുറേ നമ്പേഴ്സ് കിട്ടിയിട്ട് ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് പെട്ടെന്ന് ഐഡിയ ഒന്നും കിട്ടില്ല. കിട്ടിയ നമ്പേഴ്സിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാറ്റനെ ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ എഴുതുന്നു. ഞാൻ എഴുതുന്നു 50ൻ്റെയും 60ൻ്റെയും പെർസെൻറ്റേജിൻ്റെ ഇടയിൽ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 60 to 70 കിട്ടിയ എത്ര പേരുണ്ട്, 72, അങ്ങനെ ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതിനുശേഷം അതിനെക്കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്നു, ആൻഡ് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ നടത്തുന്നു. ആ ചെയ്യുന്ന കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം
നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് പഠിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെ നമുക്ക് ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ അനാലിസിസ് നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലേ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പറയുമ്പോൾ അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരാളെ കുറിച്ചിട്ടല്ല പറയുക, ഇറ്റ് ഡീൽസ് വിത്ത് ഗ്രൂപ്പ്സ്. എപ്പോഴും എന്താണ്, ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് സംസാരിക്കുന്നത്, ഒരാളെ കുറിച്ചിട്ടല്ല, ഒരു ഇൻഡിവിജ്വലിനെ അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്, ഒരു ഇൻഡിവിജ്വലിനല്ല, നേരെ മറിച്ചിട്ട് എന്താണ്, ഒരു ഗ്രൂപ്പിനാണ്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി ദേ ഡീൽ വിത്ത് ന്യൂമറിക്കൽ ഡാറ്റ, നമ്പേഴ്സിലുള്ള ഡാറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക് ഡീൽ ചെയ്യുന്നത്, ഡീൽ വിത്ത് ന്യൂമറിക്കൽ ഡാറ്റ. ആൻഡ് മറ്റൊരു കാര്യം, സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്സ് എല്ലാം ഓൺ ആൻ ആവറേജാണ് നമ്മൾ പറയും, വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കില്ല, നമ്മളെന്താണ് ഒരു ഓൺ ആൻ ആവറേജ് ഇന്നതായിരിക്കും എന്നുള്ളൊരു ആവറേജ് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് തരുന്നത്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന സയൻസിൻ്റെ എപ്ലിക്കേഷൻ ഏതൊക്കെ ഫീൽഡുകളിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡുകളിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ കോമേഴ്സുകാരാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അവർ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അതായത് പ്ലാനിങ്ങിന് വേണ്ടി, ഒരു ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ പിന്നെ പല മൈക്രോബയോളജി ആണെച്ചാലും മെഡിക്കൽ സയൻസിലാണെച്ചാലും എല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ എന്തൊരു കാര്യം, ഇപ്പം ഏതൊരു കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും, ഇപ്പോൾ ഏതൊരു രോഗത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും അതിൻ്റെ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ടും അങ്ങനെയുള്ള പല സ്റ്റഡികളും നടത്തുന്നു. അതിനെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. സൈക്കോളജി ആണെച്ചാലും ഇപ്പോൾ സൈക്കോളജി പഠിക്കുന്ന കുട്ടിക്ക് തന്നെ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ 4 സെമ്മിലും പഠിക്കാനുണ്ട്. അതും അതിൻ്റെ അർത്ഥം എന്താണ്, പഠിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ ഫീൽഡിൽ അതിന് അത്രത്തോളം ആപ്ലിക്കേഷൻ ഉണ്ട് എന്നാണ്. അമ്മാതിരി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റിക് കൊണ്ട് വളരെയധികം ആപ്ലിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. മിഷൻ ലേണിംഗ്, ഡാറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങളിനി കേട്ട് പരിചയിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരെയധികം പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ള പല കാര്യങ്ങളാണ് ഈ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറും സ്റ്റാറ്റിസ്റ്റിക്സിനെ എല്ലാം കൂടി ഒന്നായിട്ട് എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സയൻസാണ്, ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സയൻസാണ് നമ്മൾ ഡാറ്റ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞുതരാം, ഇന്ന ഫീൽഡ് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡുകളിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞതിന് വളരെയധികം ആപ്ലിക്കേഷൻസും യൂസസും ഇമ്പോർട്ടൻസും ഉള്ള ഒരു സയൻസാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ലിമിറ്റേഷൻസും ഉണ്ടാവാം. എല്ലാ സയൻസുകളും ദുരുപയോഗം ചെയ്യപ്പെടാം, അതിന് ലിമിറ്റേഷൻസും എല്ലാം ഉണ്ടാവാം. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കയറി വരും. അല്ലാതെ അത് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തിയിരിക്കാം. അപ്പം എക്സ്പേർട്ടുകളുടെ പിന്നെ ഹെൽപ്പോട് കൂട്ടിയിട്ട് വേണം എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളും ചെയ്യാൻ വേണ്ടിയിട്ട്. തെറ്റായ ആളുകൾ ഉപയോഗിച്ചാൽ ആർക്ക് വേണിച്ചാലും തെറ്റായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എത്താം. ഇപ്പം ലിമിറ്റേഷൻസും ഉണ്ട്, പക്ഷേ യൂസുകളും ഇമ്പോർട്ടൻസും അതിലും വലുതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻസാണ് സ്റ്റാറ്റിസ്റ്റിക്സ്.